പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാവിനെ സൂക്ഷിക്കണേ, കൽബിനെ സൂക്ഷിക്കണേ. ഇന്ന് പ്രത്യേകമായി ഞാൻ സൂചിപ്പിക്കട്ടെ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, നെറ്റ് ഉണ്ടല്ലോ. അവനാന്റെ കീശയിൽ നിന്ന് കൊടുത്ത കാശ് കൊണ്ട് വാങ്ങിയ മൊബൈലാണ്, അവനാന്റെ കീശയിൽ നിന്ന് കാശ് കൊടുത്തുകൊണ്ടുണ്ടാക്കിയ നെറ്റാണ്. എന്നാൽ ആ കാര്യം കൊണ്ട് നിന്റെ ഫോണിലൂടെ നീ ചെയ്ത ടൈപ്പിംഗ് കൊണ്ട്, മെസ്സേജ് കൊണ്ട് ഫോർവേഡ് ചെയ്തത് കാരണത്താൽ എന്തൊക്കെ തെറ്റുകളാണോ അത് കാരണത്താൽ ഉണ്ടായി തീർന്നത്, നീ മരിച്ചു കഴിഞ്ഞാലും അതിന്റെ അവശേഷിപ്പ് നിന്റെ ഖബറിലേക്ക് വരുന്നതാണ്. ഓർത്തു നോക്കൂ. ഒരു വാക്കിന്റെ പേരിൽ മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല തങ്ങളോട് ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിലാണല്ലോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല തങ്ങള് ആരാ അബൂദർ എന്നറിയോ? ഗിഫാർ ഗോത്രത്തിന്റെ തലവനാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഒരു യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫായി വെക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, സ്വഹാബാ സ്വഹാബാ സ്വഹാബാ, ഇനി ആരെങ്കിലും വരാനുണ്ടോ സ്വഹാബാ? ഇനി ആരെങ്കിലും വരാനുണ്ടോ സ്വഹാബാ? ആ സമയത്താണല്ലോ സ്വഹാബത്ത് മഹാനായ അവിടെ പെണ്ണുങ്ങളെ ഭാഗത്ത് അവിടെ ഫുള്ളായിട്ടുണ്ട്. മുമ്പിലുള്ള പെണ്ണുങ്ങളെ ചേർന്ന് മുമ്പ് കയറ്റി വെച്ചാല് ബാക്കിയുള്ള പെണ്ണുങ്ങൾ കൂടെ നിൽക്കാണെന്നാണ് പ്രവർത്തകന്മാർ പറഞ്ഞത്. ഒന്ന് കയറ്റിയ കസാര ഉള്ളോടത്തന്നെ മാറ്റി വെച്ചാല് ആ നിൽക്കുന്ന പെണ്ണുങ്ങൾ കൂടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ഇനി ആരെങ്കിലും യുദ്ധത്തിന് വരേണ്ടതായിട്ടുണ്ടോ? ആ സമയത്ത് പറയുന്നു റസൂലേ, കാണുന്ന മരുഭൂമിയുടെ അങ്ങകലെ എന്നൊരു മനുഷ്യൻ വരുന്നുണ്ടല്ലോ നബിയേ. ആരെയും വരാണ്ടോ? ആരോ വരുന്നുണ്ടല്ലോ നബിയെ. ദൂരത്തുനിന്നാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ തല താഴ്ത്തിക്കൊണ്ട് മനുഷ്യനെ കടന്നു വരുന്നു. സുബ്ഹാനല്ലാഹ്, അബൂദർ ഗിഫാരി യാ റസൂലല്ലാഹ്. അത് അബൂദറാണ് നബിയെ, അത് അബൂദറാണ് നബിയെ. സുബ്ഹാനല്ലാഹ്, അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല തങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, സ്വഹാബാ, അബൂദറിനെ നിങ്ങൾ കാര്യമാക്കേണ്ട സ്വഹാബാ. യഈശു വഹദഹു വയംശി വഹദഹു വയുഹ്ശറു വഹദഹു വയുബ്അസു വഹദഹു. മഹാനായ ഹബീബുനാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറാണ് സ്വഹാബ. അബൂദർ ഏകനായി നടക്കുന്നവരാണ്, ഏകനായി ജീവിക്കുന്നവരാണ്, ഏകനായി മരിക്കുന്നവരാണ്, ഏകനായി മഹ്ശറിലേക്ക് വരുന്നവരാണ്, ഏകനായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. മഹാനായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഈ അബൂദർ ഗിഫാരി തങ്ങളും മഹാനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു തആല തമ്മിൽ ചെറിയൊരു അസ്വരസമുണ്ടായി. വർത്താനം കൂടിപ്പോയി, സംസാരം കൂടിപ്പോയി. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല തങ്ങൾ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു തആല തങ്ങളോട് പറയുന്നു, ബിലാൽ, നീ എന്ന് പറഞ്ഞാൽ ആ എത്യോപ്യക്കാരിയായ കറുത്ത പെണ്ണിന്റെ മകനല്ലേ ബിലാലേ? വർത്താനാണത്. ബിലാലെ കറുത്ത പെണ്ണിന്റെ മോനല്ലേ, ജിന്നോട് വർത്താനം പറയാൻ നിൽക്കണ്ടാന്ന്. ചില വർത്താനത്തിന് നമ്മളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, എന്ത് ആര മോനെ നിനക്കറിയാം. ഇത് മഹാനായ ബിലാൽ തങ്ങളുടെ മനസ്സിലാണ് തറച്ചു. ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, അബൂദർ എന്നോട് ഇങ്ങനെ പറഞ്ഞു നബിയേ. അത് പറഞ്ഞപ്പോത്തിന് അബൂദർ ഗിഫാരി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. അറിയാതെ നാം കൂടെ വീണ് പോയതാണ്. അത് പറഞ്ഞപ്പോ ആർക്ക് സങ്കടമായിട്ടുണ്ട്? അബൂദർ ഗിഫാരി തങ്ങൾക്ക് സങ്കടമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുമെന്ന് ഉറപ്പായി അബൂദർ ഗിഫാരി തങ്ങൾക്ക് സ്വഹാബാക്കളോട് പറയുന്നു, അബൂദറിനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവാ. സുബ്ഹാനല്ലാഹ്,
ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ബിലാൽ തങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. ഇനി ബാക്കി നടക്കുന്ന വിഷയമൊന്നും ബിലാൽ തങ്ങൾക്ക് അറിയൂല. അബൂദർ ഗിഫാരി തങ്ങളെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, അബൂദർ നബി തങ്ങളെ മുഖമോക ചുവന്ന് വിവർണായിട്ടുണ്ട്, ദേഷ്യം പിടിച്ചു ആകെ. അബൂദർ ആ ജാഹിലിയ കാലത്തിലെ സ്വഭാവം നീ മാറ്റിയിട്ടില്ലേ അബൂദർ? സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ് അറിയാതെ പറഞ്ഞു പോയതാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ അബൂദർ ഗിഫാരി തങ്ങൾക്ക് വല്ലാത്ത സങ്കടം വരികയാണല്ലോ. അവിടെ നിന്ന് നേരെ പോവുകയാണ്. വഴിയിലൂടെ കടന്നു പോയിട്ട് പച്ച മണ്ണിൽ കിടക്കുകയാണ് ഗിഫാർ ഗോത്രത്തിന്റെ തലവനായ സയ്യിദുനാ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല തങ്ങൾ. സുബ്ഹാനല്ലാഹ് അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല തങ്ങൾ മണ്ണിൽ ഇങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിലാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല തങ്ങൾ ആ വഴിയിലൂടെ നടന്നു വരുന്നത്. ആ സമയത്താണല്ലോ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല തങ്ങളോട് ബിലാൽ തങ്ങൾ ചോദിക്കുന്നു, അല്ലയോ അബൂദർ, എന്തിനാ നിങ്ങൾ ഈ കാണുന്ന പച്ചമണ്ണിൽ കിടക്കുന്നത് അബൂദർ? സുബ്ഹാനല്ലാഹ് ആ സമയത്ത് പറഞ്ഞല്ലോ ബിലാൽ, റസൂലുള്ളാഹിന്റെ ഹിബ്ബായ ബിലാൽ, റസൂലുള്ളാഹിന്റെ മെഹബൂബായ ബിലാൽ, റസൂലുള്ളാഹിന്റെ ഇഷ്ട കൂട്ടുകാരനായ ബിലാൽ, അങ്ങയോട് ഞാൻ വാക്ക് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി പോയല്ലേ? അത് റസൂലുള്ളാഹിക്ക് സങ്കടമായിട്ടുണ്ട് ബിലാൽ. അതുകൊണ്ട് അങ്ങയുടെ ശറഫാക്കപ്പെട്ട കാലുണ്ടല്ലോ, ആ കാല് കൊണ്ട് എന്റെ ആ സംസാരിക്കാൻ ഉപയോഗിച്ച നാവിന്റെ മക്കാനായ സ്ഥലമായ ഈ മുഖത്തേക്കൊന്ന് ചവിട്ടുമോ ബിലാൽ? സുബ്ഹാനല്ലാഹ് ആ സമയത്താണല്ലോ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല തങ്ങൾ അബൂദർ ഗിഫാരി തങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. എഴുന്നേൽപ്പിച്ചുകൊണ്ട് ശരീരത്തിലുള്ള എല്ലാ പൊടിപടലങ്ങളും തട്ടിക്കൊടുത്തുകൊണ്ട് പറയുന്നു, അബൂദർ തങ്ങള് ആ മുഖത്തിലുള്ള കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകളെ കൊണ്ട് എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര പ്രാവശ്യമാണ് നിങ്ങൾ കണ്ടത്? റസൂലുള്ളാഹിന്റെ കണ്ട കണ്ണുകളുള്ള മുഖത്തേക്ക് ബിലാൽ ചവിട്ടുകയോ? റസൂലുള്ളാഹിന്റെ ഇൽമിന്റെ സദസ്സിൽ പോയി എത്ര ഇൽമുകളാണ് നിങ്ങൾ പഠിച്ചെടുത്തത്? ആ ഒരു മനുഷ്യനെ ചവിട്ടാൻ ഈ ബിലാലിന് സാധിക്കില്ല എന്ന് മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് അതാ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വയുസക്കീഹിം. നബി തങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ആയി തീർന്ന് തസ്കിയത്താണ് ചെയ്തത്.